ഹായ് ഓൾ വെൽക്കം ടു മലയാളം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് ആണല്ലേ, പുതിയ സിലബസ് അനുസരിച്ചുള്ള. അപ്പൊ അതിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ, അതിലെ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻടു 6 small triangles. Prove that all 6 triangles have the same area. ചിത്രത്തിലെ ത്രികോണത്തെ നടുവരകൾ 6 ചെറു ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിന് പേര് കൊടുക്കാം അല്ലേ ഈ ട്രയാങ്കിളിന്. സോ ജസ്റ്റ് എ ബി സി വേണ്ട നമുക്ക്, കാരണം നമുക്കിവിടെ ഏരിയ ആയിട്ട് എടുക്കാം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിന് പേര് മാറ്റി കൊടുക്കാം. എക്സ് വൈ സെഡ് എന്ന് കൊടുക്കാം. നമ്മൾ എല്ലാത്തിലും എ ബി സി എടുക്കുന്നത്. സോ ദിസ് ടേക്കൺ ആസ് എക്സ് വൈ സെഡ്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് എന്ന് നമ്മൾ എടുത്താൽ എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഇവരെന്ത് പറയുന്നു? മിഡ് പോയിന്റ്സിന്റെ കേസ് പറയുന്നുണ്ട്. ചിത്രത്തിലെ ത്രികോണത്തെ നടുവരകൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് മീഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർട്ടെക്സിനും അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡിന്റെ മിഡ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ആണ് മീഡിയൻസ്. സോ ഈ കാണുന്ന എല്ലാം മീഡിയൻസ് ആണ് കേട്ടോ. സോ ഇവിടെ ഈ കാണുന്നതൊക്കെ മീഡിയൻസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിഡ് പോയിന്റ്സ് നമുക്ക് പി ക്യു ആർ എന്നെടുക്കാം. പി ക്യു ആൻഡ് ആർ. സോ ദിസ് ഈസ് ദ സെൻട്രോയിഡ്. ഓക്കെ, ദിസ് ഇസ് സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രം. ശരി, ആദ്യം നമ്മൾ എന്താണ് ഇതിന് മിഡ് പോയിന്റ്സ് എന്തെടുത്തു? പി കോമ ക്യൂ കോമ ആർ നമ്മൾ എടുത്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തെടുക്കുക? എ എന്നെടുക്കുക. ഓക്കെ, ഏരിയ എന്തെടുക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തെടുക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു എ എന്നിരിക്കട്ടെ കേട്ടോ. എ എന്നെടുക്കുക. ത്രികോണത്തിന്റെ പരപ്പളവ് എ എന്നിരിക്കട്ടെ. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എന്താണ്? മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ ബൈസെക്ട് ഇറ്റ്സ് ബൈസെക്ട് ദ ട്രയാങ്കിൾ. എന്താണ്? ഒരു ത്രികോണത്തിന്റെ മീഡിയൻ എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യും? തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കും. അതായത് അതിന്റെ ഏരിയ എന്ത് ചെയ്യും? അതിന്റെ പരപ്പളവ്, ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയും, അതും എന്താവും? രണ്ട് പാർട്ടായിട്ട് മാറും. സോ ഒരു മീഡിയൻ, സോ ഇവിടെ നോക്കിയാൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ട്രയാങ്കിളിനെ ഈ ഇസഡ് പി എന്ന് പറയുന്ന മീഡിയൻ ഉണ്ടല്ലോ, ഇസഡ് പി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു 2. ഓക്കെ, ഇസഡ് പി എന്ത് ചെയ്യും? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ടായിട്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. എന്ത്? എക്സ് പി ഇസഡും വൈ പി ഇസഡും. ഈ എക്സ് പി ഇസഡിന്റെയും വൈ പി ഇസഡിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. മീഡിയൻ എന്ത് ചെയ്യും? ഒരു ത്രികോണത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കും. ഓക്കെ, 2 ഈക്വൽ പാർട്സ് ആക്കും. ദ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ വിൽ ഡിവൈഡ് ദ ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. സോ എന്ത് കിട്ടും? ഏരിയാസ് വിൽ ബി ഈക്വൽ ഫോർ ദീസ് 2. അപ്പൊ ടോട്ടൽ ഏരിയ എ ആണെങ്കിൽ ഈ ഒരു പാർട്ടിന്റെ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ എ ആണ്. അപ്പൊ ഈ ഓരോ പാർട്ടിന്റെ ഏരിയ എന്ത് വിധമായിരിക്കും? ദാറ്റ് ഈസ് 1/2 ആയിരിക്കും അല്ലെ. അതായത് 1/2 ഓഫ് എ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എക്സ് പി ഇസഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ വാട്ട്? എക്സ് പി ഇസഡ് പോലെയാണ് ഇത് വരുന്നത് വൈ പി ഇസഡ്. വൈ പി ഇസഡ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഏരിയയെ രണ്ടായിട്ട് ഭാഗിച്ചല്ലേ, ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ 2. ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് ഏകദേശം എന്തായിരിക്കും? ഒരേ മീഡിയൻ അല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ വരും. നമുക്കൊരു കാര്യം ചെയ്യാം, കൺസിഡർ ട്രയാങ്കിൾ എക്സ് പി ഇസഡ് മാത്രം എടുക്കാം ആദ്യം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ എക്സ് പി ഇസഡ്. എക്സ് പി ഇസഡ് എടുത്താൽ ഈ എക്സ് പി ഇസഡില് നിങ്ങൾ നോക്കൂ, പി ഇസഡ് ഇവിടെ എന്താണ്? മീഡിയൻ ആണ് അല്ലെ. പി ഇസഡ് ഈസ് ദ മീഡിയൻ. ഈ മീഡിയൻ നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, ദിസ് ഈസ് സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രമാണ് അല്ലെ, മധ്യമ കേന്ദ്രമാണ്. അപ്പൊ ഈ നടുവര അഥവാ മീഡിയൻ എന്ന് പറയുന്ന സാധനം എന്തുവാ? അതിനെ ഈ സെൻട്രോയിഡ് എന്തായിട്ട് മുറിക്കും? 2:1 എന്നുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യും?
ഡിവൈഡ് ചെയ്യും അല്ലെ. അതായത് വെർട്ടക്സിൽ നിന്ന് ആ മൂലകളിൽ നിന്നുള്ള ഭാഗത്തിന്റെ നീളം 2ഉം വശത്തിന്റെ അങ്ങോട്ടുള്ള നീളം എന്താണ് 1ഉം ആയിരിക്കും, ഒരു പാർട്ടും ആയിരിക്കും. ഓക്കെ, ഈ വശത്തിന്റെ സൈഡിന്റെ അവിടെ നിന്ന് വരുന്നതായത് ഇസ് 1 പാർട്ട് ആൻഡ് ടുവേർഡ്സ് വെർട്ടക്സ് 2 പാർട്ട്. സോ ഫ്രം സൈഡ് ഇറ്റ് ഇസ് 1 പാർട്ട്, ടുവേർഡ്സ് വെർട്ടക്സ് 2 പാർട്ട്. ഓക്കെ, മൂലകളിലേക്ക് പോകുന്നിടത്ത് രണ്ട് ഈ വശങ്ങളുടെ വരുന്നിടത്ത് ഒരു പാർട്ട് ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അങ്ങനെ ഭാഗിക്കും 2:1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ മീഡിയൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അതേ പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് ചെയ്യുക, പരപ്പളവും ഡിവൈഡ് ആവുക, അതേ പ്രൊപ്പോർഷനിലായിരിക്കും ഏരിയ ഡിവൈഡ് ആവുക. അത് നമ്മൾ നേരത്തെ പഠിച്ചുള്ള കാര്യമാണ്. എങ്ങനെയാണോ അതിന്റെ ബേസ് ഡിവൈഡ് ആവുന്നത് ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇതിന്റെ ഏരിയ ഡിവൈഡ് ആവുക. നോക്കൂ, ഈ ലൈൻ എന്ത് ചെയ്യുന്നു, ഈ ബേസിൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏത് റേഷ്യോ, 2:1 എന്നുള്ള റേഷ്യോ അല്ലെ, 2:1 എന്നുള്ള റേഷ്യോയിൽ ഇത്രയും 2 പാർട്ട് ആയിരിക്കും, ഇത്രയും 1 പാർട്ട് ആയിരിക്കും അല്ലെ. അത് തന്നെയാണ് രണ്ട് ട്രയാങ്കിളും അതുപോലെ. കാരണം PZ എന്ന് പറയുന്ന മീഡിയം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, PZ ഈസ് ഡിവൈഡഡ് into 2 ബൈ സെൻട്രോയിഡ് അല്ലെ. സെൻട്രോയിഡ് എന്ത് ചെയ്യും, PZ നെ രണ്ടായിട്ട് ഭാഗിക്കും. ഏത് റേഷ്യോയില്, ഇവിടെ നമുക്ക് O എന്ന് കൊടുക്കാം, എന്നാണ് O എന്ന് കൊടുക്കാം. PO ഈസ് ടു അല്ലെങ്കിൽ ZO ഈസ് ടു PO എന്ന് പറയുന്നത് എന്തായിരിക്കും, ZOയുടേത് 2 പാർട്ട്, POയുടേത് 1 പാർട്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ട്രയാങ്കിളില് ബേസിനെ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് പ്രൊപ്പോർഷനിലാണോ ഡിവൈഡ് ചെയ്യുന്നത്, ബേസിനെ അതായത് പാദത്തിന്, ത്രികോണത്തിന്റെ പാദത്തിന് ഏത് പ്രൊപ്പോർഷനിലാണോ ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഏത് പ്രൊപ്പോർഷനിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ പ്രൊപ്പോർഷനിൽ അല്ലെങ്കിൽ അതേ റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യും, അതിന്റെ പരപ്പളവും ഏരിയ എന്ത് ചെയ്യും, ഡിവൈഡ് ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏത് റേഷ്യോയിലാണോ ബേസ് ഡിവൈഡ് ആവുന്നത് ദ സെയിം റേഷ്യോയിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവും ഡിവൈഡ് ആവുന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് PZ ട്രയാങ്കിൾ XPZന്റെ ബേസ് ആയിട്ട് എടുത്താൽ PZ നെ നമ്മൾ എന്ത് ചെയ്യുന്നു, PZ എന്ന് പറയുന്ന ഈ ലൈനിനെ ട്രയാങ്കിൾ XPZന്റെ വലിയ ട്രയാങ്കിൾ അല്ല കേട്ടോ, പകുതിയായിട്ടുള്ള ട്രയാങ്കിൾ XPZന്റെ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് പറയാം ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ റേഷ്യോ എന്താവും, ഇതിന്റെ ഏരിയ എന്താവും, 2:1 ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ആവും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഈ ട്രയാങ്കിൾ നമുക്ക് മാറ്റാം. നമുക്ക് എഴുതാമല്ലോ ഇനി അടുത്ത്. അങ്ങനെ ആയതുകൊണ്ട് എന്താണ്, സെൻട്രോയിഡ് ഇതിന് 2:1 ആക്കും. സോ ബേസ് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ആവുന്നത് അതേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ ഏരിയ ഡിവൈഡ് ആവുക. അപ്പോ ലെറ്റ് PZ be the base of triangle XPZ. XPZന്റെ ബേസ് B ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബേസ് ഏത് റേഷ്യോയാണ് ഡിവൈഡ് ആവുന്നത്, ഡിവൈഡ് ദ റേഷ്യോ 2:1. സോ അതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഏതൊക്കെ, ട്രയാങ്കിൾ XOZ, ദിസ് ട്രയാങ്കിൾ XOZ ഉം ട്രയാങ്കിൾ XOP യും. ഓക്കെ, XOZ ഉം XOP യും. അപ്പൊ നമുക്ക് എന്ത് പറയാം, XOP ഏരിയ ഓഫ് ട്രയാങ്കിൾ XOP ആൻഡ് XOZ ഏത് റേഷ്യോയിലായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ XOZ ഈസ് ടു ട്രയാങ്കിൾ XOP ഇൻ ദ റേഷ്യോ എന്തിനായിരിക്കും, 2:1 ആയിരിക്കും. അപ്പോ ഇത് ടോട്ടൽ ഏരിയ നമുക്ക് എന്താ A/2 അടങ്ങും അല്ലെ, XPZന്റെ ടോട്ടൽ ഏരിയ A/2. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ XOZ എന്തായിരിക്കും, XOZ എന്ന് പറയുന്നത് A/2 ഇൻറ്റു 2 പാർട്ട് ഓഫ് ടോട്ടൽ എത്രയാണ്, 3 പാർട്ട് അല്ലെ, 2 + 1 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അതിൽ 2 പാർട്ട് ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ ഏരിയ, A/3 ആയിരിക്കും എന്ത് ചെയ്യുക, ഏരിയ വരുന്നത് അല്ലെ. XOZന്റെ ഏരിയ എന്ത് വരും, A/3
3 ആയിട്ട് വരും. Then what is the area of XOP? Area of triangle XOP എന്ത് വരും? A/2 ആണ് ടോട്ടൽ ഏരിയ വലിയ ട്രയാങ്കിളിന്റെ ഇൻറ്റു എത്ര പാർട്ട് അതില്? 1 പാർട്ട് ആണ്. XOPയുടെ ഏതാണ്? 1 ആണ്. XOZന്റെ ആണ് എന്ത്? 2. സോ 1 പാർട്ട് ആവും. സോ ഇതെന്ത് വരും? A/6. സോ നമ്മൾ നോക്കിയപ്പോ എന്ത് കിട്ടി? മൊത്തത്തില് A ആയിരുന്നു. ഇവിടെ എന്തായി? ദിസ് ബിക്കം A/6 ആൻഡ് ദിസ് ടോട്ടൽ എന്തായി? A/3 ആയിട്ടാണ് നടക്കുക. ടോട്ടൽ A/3. നെക്സ്റ്റ് നോക്കൂ, ദിസ് വൺ, ദിസ് R is the midpoint of what? XZ അല്ലേ? R is the midpoint of XZ. ഞാൻ ജസ്റ്റ് അടുത്തൊരു പേജിലേക്ക് പോവാണ്. നമ്മൾ പേര് കൊടുത്ത് ഇങ്ങനെയായിരുന്നു, X Y Z P Q R O. ദിസ് ഈസ് എത്ര ഉണ്ടായിരുന്നു നമുക്ക്? A/6 ആൻഡ് XOZ ഏരിയ എന്താണ്? A/3. അപ്പൊ ഏരിയ ഓഫ് XOP ഈക്വൽ ടു A/6 വന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ XOZന്റെ എത്ര വന്നു? A/3 വന്നു അല്ലെ? തൊട്ട് മുമ്പത്തെ നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും സെയിം ആണ് നമ്മൾ എഴുതിയ കേട്ടോ. അപ്പൊ അത് A/6 ആയിട്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെക്സ്റ്റ് നോക്കിയാൽ ഈ ട്രയാങ്കിൾ ഏതെടുക്കുക? ഈ XOZ മാത്രം എടുക്കുക. ഈ ട്രയാങ്കിൾ XOZ. ട്രയാങ്കിൾ XOZ പോയിട്ട് XOZന്റെ ബേസ് XOZ ഉണ്ടോ? ട്രയാങ്കിൾ XOZ, ത്രികോണം XOZന്റെ ബേസ് പാദം എന്തെടുക്കുക? XZ ആയിട്ട് എടുത്താൽ നമുക്ക് എന്താ പറയാം? ലെറ്റ് XZ be the base of triangle XOZ. സോ ഈ ബേസിന്റെ മിഡ് പോയിന്റ് അല്ലേ 6? മിഡ് പോയിന്റ് ആണ് 6. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ആവും അല്ലെ? സെയിം റേഷ്യോയിൽ ഡിവൈഡ് ആവും. അപ്പോ ഏരിയ ഓഫ് ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വൽ ആവില്ലേ? ഈ യെല്ലോ ട്രയാങ്കിൾ, രണ്ട് യെല്ലോ ട്രയാങ്കിളിന്റെ ഏരിയ എന്താവും? ഈക്വൽ ആവും. കാരണം എന്താണ്? ഈ യെല്ലോ ട്രയാങ്കിൾ ഈ മഞ്ഞ ത്രികോണത്തിൽ നോക്കിയാലും മഞ്ഞ ത്രികോണത്തിന്റെ മൊത്തം ഏരിയ എന്താണ്? A/3 ആണ്. അതായത് XOZന്റെ മൊത്തം ഏരിയ എന്താണ്? A/3. നമ്മൾ തൊട്ട് മുമ്പത്തെ കണ്ടുപിടിച്ചു. ഇനി R എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡ് പോയിന്റ് ആയതുകൊണ്ട്, ഓക്കെ, സിൻസ് R is the midpoint, the area will be this median. This section will divide it into two equal part. അപ്പോൾ area of triangle XOP എന്തിന് ഈക്വൽ ആയിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ XOR equal to area of triangle ZOR. ഓക്കെ, XOR ZOR ഈക്വൽ ആയിരിക്കും. എങ്ങനെയാവും? അത് പകുതിയായിട്ട് ഡിവൈഡ് ആവും അല്ലെ? ഹാഫ് ആയിട്ട് ഡിവൈഡ് ആവും. സോ അതിന് ടോട്ടൽ ഏരിയ എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് XOZ? ദാറ്റ് ഈസ് A/3 into half ആവും 1/2. That is A/6 each. So ഇത് എന്തായി? A/6. It is similar for what? Triangle this one. ഈ ഇപ്പുറത്ത് വരുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, YPZ. It is similarly for YPZ എന്താണ്? ഈ ഏരിയാസ് ഡിവൈഡ് ആവും. Similar for triangle YPZ അല്ലെ? നമ്മൾ ആദ്യം എന്താ എടുത്തോളൂ? XPZ മാത്രം എടുത്തോളൂ. ട്രയാങ്കിൾ XPZ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തോളൂ. സോ XPZ എന്ത് വരുന്നു അത് തന്നെ ആയിരിക്കും ഇവിടെ വരിക. കാരണം എന്താണ്? ഈ XPZ വരുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മീഡിയൻ OY എന്ന് പറയുന്ന മീഡിയൻ എന്തുണ്ട്? ഈ ട്രയാങ്കിൾ രണ്ട് പാർട്ട് ആക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ബ്ലൂ പാർട്ട് A/6 കിട്ടും. ബാക്കി ടോട്ടൽ എന്ത് കിട്ടും? A/3 കിട്ടും. Then Q is the midpoint of ZY യുടെ മധ്യബിന്ദുവാണ് Q. സോ ഇതെന്ത് ചെയ്യും? ഈ ലൈൻ ഇതിന് രണ്ട് ഈക്വൽ പാർട്ട് ആക്കാം. അപ്പൊ A/3 വീണ്ടും എന്താവും? ഹാഫ് ആവും. അപ്പൊ A/6 ആവും. ഓക്കെ, സോ അങ്ങനെ എന്ത് കിട്ടും? എല്ലാ പാർട്ടും എന്ത് കിട്ടും? A/6. സോ ഹെൻസ് വി പ്രൂവ്ഡ് കേട്ടോ.
അങ്ങനെ നമ്മൾ തെളിയിച്ചു എന്നാണ്. എല്ലാ പാർട്ടിലും a/6 ആയിരിക്കും നമ്മൾ തെളിയിച്ചു. XOR XOR എന്താണ്? XOR this part. This is a/6. Then ZOR a/6. XOP a/6. അതായത് ടോട്ടൽ ഏരിയയുടെ 6/1 അല്ലേ? നമുക്ക് എന്താ തെളിയിക്കേണ്ടായിരുന്നത്? അതല്ലേ? That 6 triangles have same area അല്ലെ? സെയിം ഏരിയ ആയിരിക്കും. ടോട്ടൽ ഏരിയയുടെ 6ൽ ഒരു പാർട്ട്. സെയിം ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ട് എന്താ? ടോട്ടൽ ഏരിയ ഉണ്ട്, അതിനെ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ആ ഓരോ പാർട്ട് എന്തായിരിക്കും? ആ ട്രയാങ്കിൾസിന്റെ ഓരോ ട്രയാങ്കിൾസിന്റെ ഏരിയ ആയിരിക്കും. So hence we proved that all 6 triangles have same area. Okay, hence we proved that all 6 triangles have same area. Okay, അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.